ഹലോ പ്രിയപ്പെട്ടവരെല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബ് കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആര് ചോദിച്ചാലും നമുക്ക് എല്ലാവരോടും പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ഇടൂ എന്നാണ്. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോസ്, ക്രിയേറ്റിവിറ്റി ഉള്ള ഷോർട്ട് വീഡിയോസ് ഇടാൻ ഞങ്ങൾക്ക് സമയമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല, അത്രത്തോളം ഒന്നും ഞങ്ങൾക്ക് എന്താ പറയുക, ക്രിയേറ്റിവിറ്റി ഒന്നും ഉള്ള ആളല്ല എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അവരോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഓക്കെ എങ്കിൽ കൊളാബ് വീഡിയോസ് ചെയ്യൂ എന്നാണ് ഞങ്ങളെപ്പോലുള്ള ടെക്കുകാരൊക്കെ സജസ്റ്റ് ചെയ്യാറ്. അപ്പോൾ പ്രിയപ്പെട്ടവർ, എങ്ങനെയാണ് ഈ കൊളാബ് വീഡിയോസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് കൊളാബ് വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. അറിയാത്തവർ വളരെയധികം ശ്രദ്ധയോടുകൂടി കാണുക. ഈ ഒരു കൊളാബ് വീഡിയോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അതിന് പരിമിതികളുണ്ട്, ഒരുപാട് റൂൾസുകളുണ്ട്. എന്നോട് കൊളാബ് വീഡിയോസിനെ പറ്റി ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഒരു ഞാനിന്മേൽ കളി എന്നാണ് സത്യത്തിൽ ആ ഒരു വീഡിയോസിനെ കുറിച്ച് പറയുക, കൊളാബ് വീഡിയോസ് ചെയ്യുക എന്ന് പറയുക. ഞാൻ പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അത്ര ഒരു ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയല്ല ഈ കൊളാബ് വീഡിയോസ് ചെയ്യുക എന്നുള്ളത്. അത് ഞാൻ പറയാൻ കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടല്ല, നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മൾ ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് വീഡിയോസ് ചെയ്യുമ്പോൾ അത് നമുക്ക് എത്രമാത്രം ആത്മസംതൃപ്തി കിട്ടുമോ എന്നുള്ളത് അറിയില്ല. നേരെ മറിച്ച് നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് നിങ്ങൾ ഇടുമ്പോൾ അതിൽ ഒരു 100 വ്യൂസ് ആണെങ്കിൽ പോലും നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ഓക്കെ, എനിവേ സബ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ പല സ്ഥലത്ത് പോയിട്ട് യാചിക്കുന്നവരുണ്ടാകാം. വീഡിയോ അത് സബ് ഒന്ന് ഇങ്ങോട്ട് ചെയ്യുമോ അങ്ങോട്ട് ചെയ്യുമോ, മെസ്സേജ് വാട്സപ്പിൽ വരെ മെസ്സേജുകൾ അയച്ചിട്ട് സബ് ചോദിക്കുന്നവരുണ്ടാകും. അത്തരക്കാർക്കൊക്കെ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന കൊളാബ് എന്ന് പറയുന്നത്. അപ്പോൾ കൊളാബ് എന്ന വീഡിയോസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഞാനിപ്പോൾ പറയാം. അതിനുശേഷം ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ ഏതായാലും നമുക്ക് കൊളാബ് വീഡിയോസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊന്ന് കാണാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എങ്ങനെയാണ് ഒരു കൊളാബ് വീഡിയോസ് ചെയ്യുക എന്നുള്ളത് ഒന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ്, കാണുക. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു ഷോർട്ട് വീഡിയോസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് നെക്കിയാലാണ് നമുക്ക് കൊളാബ് വീഡിയോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ലൈക്ക് കാണാം, ഡിസ്ലൈക്ക് എന്നുള്ള ബട്ടൺ കാണാം, കമൻറ്റ് എന്നുള്ളത് കാണാം, ഷെയർ എന്നുള്ളത് കാണാം, ഏറ്റവും അടിയിൽ റീമിക്സ് എന്നുള്ളൊരു ബട്ടൺ കാണാം. ഇവിടെ നിങ്ങൾ നിൽക്കേണ്ടത് റീമിക്സ് എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ദി സൗണ്ട്, കൊളാബ്, ഗ്രീൻ സ്ക്രീൻ, കട്ട് ദിസ് വീഡിയോ എന്ന് പറഞ്ഞ 4 ഓപ്ഷനുകൾ കാണാം. ഓക്കെ, ഈ 4 ടൈപ്പാണ്. യൂസ് ദിസ് വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോക്കുള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. കൊളാബ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച് തരുന്നതാണ്, കൊളാബ് ചെയ്യുക എന്നുള്ളത്, മറ്റുള്ളവരുടെ വീഡിയോസ്. സെയിം മെത്തേഡ് തന്നെയാണ് ഈ ഗ്രീൻ സ്ക്രീൻ കട്ട് വീഡിയോ എന്ന് പറയുന്നു. അതായത് ഗ്രീൻ സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഗ്രീൻ സ്ക്രീനൊക്കെ വലിച്ചു കെട്ടി ഗ്രീൻ മാറ്റിലൊക്കെ നമുക്ക് വീഡിയോസ് ചെയ്യില്ല. സെയിം പാറ്റേൺ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് നമ്മുടെ കാണിച്ചുകൊണ്ട് കൊളാബ് ചെയ്യുന്നൊരു പ്രവണതയാണ്. അപ്പോൾ ഈ 4 ഓരോന്നോരോന്നായിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൊളാബ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. കൊളാബ് ചെയ്യാൻ വേണ്ടി നമ്മൾ തുടരും എന്ന് പറയുന്ന സിനിമയിലെ ഡയലോഗാണിത്. അപ്പോൾ ഇവിടെ ചിലർ പറയാറുണ്ട് 15 സെക്കൻഡ് മാത്രമേ കൊളാബ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്, അല്ലെങ്കിൽ 15 സെക്കൻഡിന് അടിയിലേക്ക്. അത് വളരെയധികം തെറ്റാണ് കേട്ടോ. കൊളാബ് ചെയ്യാൻ നമുക്ക് ആ വീഡിയോ എത്ര സമയമുണ്ടോ അത്ര സമയവും ചെയ്യാം. ഓക്കെ, അതിനാണ് ഇവിടെ ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, 15 സെക്കൻഡ് എന്നുള്ളത് 39 സെക്കൻഡ് വരെ വീഡിയോസാണ്. 39 സെക്കൻഡ് നമുക്ക് വലിച്ചു നീട്ടാം. അതല്ല നിങ്ങൾക്ക് കുറച്ച് മതിയോ, 37 സെക്കൻഡ് കണ്ടില്ലേ. ഞാൻ 16 സെക്കൻഡാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ 16 സെക്കൻഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് 15 സെക്കൻഡിന്റെ മുകളിൽ ഒരു 16 സെക്കൻഡ് എടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ്. അപ്പോൾ ടൈം ഇനി നെക്സ്റ്റ് എന്നുള്ളൊരു ബട്ടൺ അമർത്തിയാൽ ഇങ്ങനെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ അടുത്തത് ക്യാമറ ഓൺ ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ സ്റ്റഡി ആയി നിൽക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് തന്നെ ഇവിടെ ഓപ്പൺ ആയി വരുന്നത് എന്താണ്, ക്യാമറയാണ്. ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ വീഡിയോസ് കിടക്കുന്നുണ്ട്. വീഡിയോസ് ഡാർക്ക് ആയത് കാരണം അത് കാണുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ ഈ കാണുന്ന മുകളിലുള്ള ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫ്രണ്ട് ക്യാമറയാണ്. ഓക്കെ, ഇങ്ങനെ നിൽക്കാൻ നമ്മുടെ ഫ്രണ്ട് ക്യാമറയാണ്. ഓക്കെ, ഇങ്ങനെ നിൽക്കാൻ നമ്മുടെ നോർമൽ ക്യാമറ. ഇനി ഇവിടെ ഒരു ഓപ്ഷനും കൂടെ കാണുന്നുണ്ട് ഞങ്ങൾക്ക്. ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടൈമറാണ്. ടൈമർ അതായത് 3 ടൈമിങ്. ഈ ഒരു വീഡിയോസ് എടുക്കുന്നതിന് 3 സെക്കൻഡ് മുന്നെയോ 10 സെക്കൻഡ് മുന്നെയോ 20 സെക്കൻഡ് മുന്നെയോ ടൈമിംഗ് വരും, ടൈമർ പോലെ. ഓക്കെ, 1 2 3 എന്ന് പറഞ്ഞ് നമുക്ക് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. ഇനി അടുത്തത് മൈക്കാണ്. ഇത് ഓഫ് ചെയ്ത് വെച്ചാൽ നമ്മുടെ വോയിസ് കേൾക്കാതിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വരുന്ന ഈ ഒരു ഓപ്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാണുന്നത് ഇത് ഞാൻ ഇങ്ങനെ തന്നു. ഇത് ചിലർ പറയും എൻ്റെ ഈ ഫോട്ടോ ഇപ്പുറത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഞെക്കിയാൽ മതി. ഇപ്പം എൻ്റെ ഫോട്ടോ ഇപ്പുറത്തായാലും എൻ്റെ ഫോട്ടോ മുകളിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഞെക്കിയാൽ മതി. ഇനി എൻ്റെ ഫോട്ടോ അടിയിൽ കാണിക്കണോ,
ഇങ്ങനെ വെക്കിയാൽ മതി. കണ്ടില്ല, ഇത് എൻ്റെ ഫോട്ടോ ഐഡിയിൽ വന്ന് എൻ്റെ ഫോട്ടോ മുകളിൽ വന്ന് ഈ ലേഔട്ട് എങ്ങനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് പലരും ഇത് പലവട്ടം നമ്മളോടൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്തത് എന്താണെന്നുള്ളത് നോക്കാം. ഞാനപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇതായിരിക്കും നല്ലത്. മെയിൻ വീഡിയോസ് മുകളിലും അടിയിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടോ. ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ ടിക്ക് ബട്ടൺ അമർത്തുക. അമർത്തി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോസ് അവിടെ പ്ലേ ആവും. ഇവിടെ നമ്മൾ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ആ 16 സെക്കൻഡ് വീഡിയോസ് അവിടെ പ്ലേ ആവുന്നത് കാണാം. 36 വർഷമായിട്ട് അപ്പൊ കണ്ടില്ല, ഈ ഒരു വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ അപാര വില്ലൻ. ഒരുപാട് കാലത്തിന് ശേഷം ഒരു മോഹൻലാലിന്റെ ഒരു നല്ലൊരു മൂവി വന്നു എന്നുള്ളതാണ്. അതിന്റെ വില്ലൻ മോഹൻലാലിനേക്കാൾ ഒരു മുകളിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇതാണ് ഞാനിവിടെ ചെയ്ത കൊളാബ് വീഡിയോ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ എടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇത് നോർമലി നമ്മുടെ ഷോർട്ട് വീഡിയോസിനൊക്കെ പോലെ തന്നെ ഏത് ഭാഗമാണോ നമുക്ക് വേണ്ടത് അതിങ്ങനെ സെലക്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോയി എടുത്ത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ നല്ലൊരു ഇവിടെ ഇയാളിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഇതാണ് നല്ലത്. ഇങ്ങനെ ഒരു ഫോട്ടോസ് എടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേർക്കാം. വെറുതെ എന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ അടിക്കാം. ഞാൻ വെറുതെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒത്ത വില്ലൻ എന്ന് വെറുതെ ടൈപ്പ് ചെയ്തു കൊടുത്തു. നോക്കാം, കണ്ടില്ലേ? ഇത്ര ചെയ്ത് കഴിഞ്ഞ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഞെക്കുക. ബാക്കിയുള്ള പിന്നെ ലൊക്കേഷനും സെലക്ട് ഓഡിയൻസും റിലേറ്റഡ് വീഡിയോസും അത്രയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇൻവൈറ്റ് സ്റ്റുഡിയോ പോയി ബാക്കി ചെയ്യേണ്ടവർ അൺലിസ്റ്റഡ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായില്ലേ പ്രിയപ്പെട്ടവരെ? ഇത്തരത്തിലാണ് കൊളാബ് വീഡിയോസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇതിൽ നിങ്ങൾക്ക് ഒരു കൊളാബ് വീഡിയോസ് ഒരേ വ്യക്തിയുടെ കൊളാബ് വീഡിയോസ് നിങ്ങൾ നിരന്തരം ചെയ്യാതിരിക്കുക. ഓക്കെ, ഒരേ വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അതായത് നിങ്ങൾ ഒരു വ്യക്തിയുടെ 10 വീഡിയോസ് എടുത്ത് കൊളാബ് ചെയ്തു എന്ന് വെക്കുക. ഈ 10 വീഡിയോസും അയാൾക്ക് ഒരു പക്ഷേ നിങ്ങളോട് ഈഗോ അടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നിങ്ങൾക്ക് പണി തരാൻ പറ്റും. 10 വീഡിയോസിന്റെയും അലോ റീമിക്സ് എന്നുള്ള ഓപ്ഷൻ അയാൾ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ചാനലിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ഒന്നുകിൽ ആ ഒരു കണ്ടന്റ് മ്യൂട്ടായി പോകും, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്യും. ഇത് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ അൽഗോരിതത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെ ഒരു പക്ഷേ റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് വരെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് ഒരു അപ്പീൽ അവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും യൂട്യൂബിനോട് ചോദിക്കാം, എന്താണ് ഇതെങ്ങനെ റീയൂസ്ഡ് ആകും? അലോ റീമിക്സ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ച് അനുമതി തന്നത് കൊണ്ടല്ലേ ഞങ്ങൾ ഇത് ചെയ്തത്, പിന്നെ എങ്ങനെയാണ് ഇത് റീയൂസ്ഡ് ആവുക എന്ന്. പക്ഷെ നിങ്ങൾക്കത് യൂട്യൂബുമായി സമർത്ഥിക്കാൻ അല്ലെങ്കിൽ യൂട്യൂബിനോട് അങ്ങനെ സംസാരിച്ച് അത് തെളിയിക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥ വരും. കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതങ്ങളും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് 10 കണ്ടന്റോളം ഡിലീറ്റ് ആക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ 10 വീഡിയോസ് നമ്മൾ യൂസ് ചെയ്തു എന്നൊരു ഓപ്ഷൻ വരികയാണ്. അപ്പോൾ അലോറിയും പിന്നെ ഈ കൊളാബ് വീഡിയോസ് ഇഷ്ടംപോലെ ആളുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ, ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പലരുടെയും മോണിറ്റൈസേഷന് ചിലപ്പോൾ പെട്ടെന്ന് കട്ടാവാറുണ്ട്. കട്ടാവാതെ ഇന്നും നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഇതിന് മുന്നേയും കൊളാബ് വീഡിയോസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഷബാനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഈ കൊളാബ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഗണത്തിൽപ്പെടുന്ന ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പരിചയപ്പെടുത്തിയിരുന്നു. പ്രിയപ്പെട്ടവർ, ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. എക്സ്പെഷ്യലി നിങ്ങൾ മലയാളീസിന്റെ വീഡിയോസ് വളരെ കുറച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. മലയാളീസിന്റെ വീഡിയോസ് അത് അങ്ങനെ പറയാൻ കാരണം ഒരേ നമുക്ക് നിങ്ങളൊരു ഇംഗ്ലീഷുകാരുടെയോ ജാപ്പനീസുകാരുടെയോ അല്ലെങ്കിൽ വേറെ അതർ ഏത് കൺട്രികളിലെയോ ആളുകളുടെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്രിയേറ്റിവിറ്റി വലുതായി ഭയങ്കര രസകരമായിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അത്തരത്തിൽ അത് എന്താ പറയുക, വളരെ കണ്ണഞ്ചിപ്പിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. അപ്പൊ അത്തരം വീഡിയോസുകൾ ചെയ്യുക. അവർ ഈ ഇത്തരം കോപ്പിറൈറ്റ് ഒക്കെ തരാൻ സാധ്യത, അല്ലെങ്കിൽ ഈ അലോ റീമിക്സ് ഒക്കെ ഓഫ് ചെയ്യാൻ വളരെയധികം സാധ്യത കുറവാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, അലോ റീമിക്സ് എന്നുള്ള എന്ന ഒരു ബട്ടൺ ഓൺ ചെയ്യാൻ ഒരു സാധ്യത വളരെ കുറവാണ്. ഈ ജാപ്പനീസ് വീഡിയോസിലൊക്കെ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വളരെ കുറവാണ് അവരെ ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കുന്നത്. എനിവേ, അപ്പൊ ഇത്രയൊക്കെയാണ് റൂൾസ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, ഇതിന്റെ റൂൾസ്, ഇതിന്റെ കടിഞ്ഞാൺ എന്ന് പറയുന്നത്
കണ്ടന്റ് ഓണറുടെ കയ്യിലാണ്. യൂട്യൂബിൻ്റെ കയ്യിലോ നമ്മുടെ കയ്യിലോ ഒന്നുമല്ല. ഓക്കെ, കണ്ടന്റ് ഓണർ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി തരാൻ പറ്റുന്ന ഒരു വീഡിയോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ സ്ഥിരം ഇത് തന്നെ പണിയായി എന്നുള്ള ശരണത്തിൽ അങ്ങനെ വീഡിയോസ് ഇടാതിരിക്കുക. അങ്ങനെ അഥവാ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു ചാനൽ ഇതിന് വേണ്ടി തുടങ്ങിയിട്ട് നിങ്ങൾ ചെയ്യുക എന്നാണ് എൻ്റെ ഒരു ചെറിയ സജഷനാണ് പറയുന്നത്. അത്യാവശ്യം മോണിറ്റൈസേഷനായി ചാനലിലൊക്കെ ചെയ്യുമ്പോൾ കണ്ടന്റുകൾ മാറ്റി മാറ്റി വേറെ വേറെ ആളുകളുടെ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് സേഫ്റ്റി എന്നും കൂടെ പറയുന്നു. പിന്നെ പലരുടെയും ഒരു സംശയം ഉണ്ടാവും, ഇതിൽ നമ്മുടെ ഈ മൈക്ക് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ. അപ്പം നിങ്ങൾ മാക്സിമം നമ്മുടെ മൊബൈലിൻ്റെ ഒരു മൈക്ക് എന്നതിനുപരി നിങ്ങളൊരു ഹെഡ്ഫോണോ മറ്റു ഇതൊക്കെ ഉപയോഗിച്ച് ഹെഡ്ഫോണോ അല്ലെങ്കിൽ മൈക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ വോയിസ് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോസിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഞാൻ ആരോ ഒരാളുടെ വീഡിയോസിൽ അങ്ങനെ കണ്ടു. പ്രിഫറൻസ് കൊടുക്കേണ്ടതും അവരുടെ വീഡിയോസിനാണ്, അല്ല നിങ്ങളുടെ വീഡിയോസിനാണ് പ്രിഫറൻസ്. നിങ്ങളുടെ വോയിസ് കറക്റ്റായിട്ട് കാണണം, നിങ്ങളെ കറക്റ്റായിട്ട് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഇതിനൊരു സ്വീകാര്യത കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൊളാബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഈ റീമിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ 4 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂസ് ദി സൗണ്ട്, അതുപോലെ തന്നെ കൊളാബ്, ഗ്രീൻ സ്ക്രീൻ, കട്ട് ദിസ് വീഡിയോ എന്ന് പറയുന്ന 4 ഓപ്ഷനുകളും 4 ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ്. അത് ഓരോന്നായിട്ട് വരും വീഡിയോസുകളിൽ ഞാൻ ഇട്ട് തരാം. യൂസ് ദി സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഗ്രീൻ സ്ക്രീൻ എന്ന് പറയുന്നത് എന്താണ്, കൊളാബ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞു തന്നു. അതോടൊപ്പം തന്നെ എന്താണ് കട്ട് ദിസ് വീഡിയോ എന്നുള്ളതും അവരും വീഡിയോകളിൽ ഓരോരോ വീഡിയോസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതിനു മുന്നേ ഞാൻ വീഡിയോസ് ഇട്ടുപോയ വീഡിയോസ് തന്നെയാണ്, എങ്കിലും പലരും റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഞാൻ പ്രധാനമായിട്ടും പറയട്ടെ, മൈക്ക് എക്സ്ട്രാ ഒരു മൈക്ക് യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. നിങ്ങളുടെ വോയിസ് ക്ലാരിറ്റി കൂടെ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു യൂട്യൂബ് നോക്കുമ്പോൾ ഒരു ക്രിയേറ്റിവിറ്റി കുറഞ്ഞ് എന്തെങ്കിലും ഒരു ഫോട്ടോ മുന്നിൽ വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാമറ ഓൺ ചെയ്ത് നമ്മൾ മാറി നിൽക്കുകയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കൊളാബ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്വീകാര്യത വളരെ കുറവാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോസ് പോലെ ഒരു കൊളാബ് വീഡിയോസ് അത് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ കുറച്ച് ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. ആ ഒരു വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ നിങ്ങൾ ആ വീഡിയോസ് ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുമ്പോൾ പറയുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സബ് വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കയ്യിലെ ക്യാഷ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി എന്ന് പറയുന്നത് പോലെ നിങ്ങൾ പല യൂട്യൂബർമാരും ഞങ്ങൾ ഇത് വിൽക്കുന്നുണ്ട്, ഓർഗാനിക് ആയിട്ട് സബ് വിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ കയ്യിൽ പോയിട്ട് സബ് വാങ്ങുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ്. യൂട്യൂബ് തന്നൊരു ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് കൊളാബ് വീഡിയോ എന്നുള്ള വീഡിയോസ്. അത്തരം വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സബ്ബൊക്കെ വളരെ ഓർഗാനിക് ആയിരിക്കും. പിന്നെ എന്താണ് ഈ പറയുന്നത്, നമുക്ക് മറുപടി വരുമ്പോൾ ഒരു പ്രശ്നം വരുന്നത് ഒറ്റയടിക്ക് ഇതിൻ്റെ റീച്ച് അങ്ങോട്ട് കുറയും എന്നുള്ളതാണ്. അതായത് ഡിലീറ്റുകൾ തുടർച്ചയായിട്ട് വരികയും അപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ വരുന്ന ചില മാറ്റങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഒരേ വ്യക്തിയുടെ വീഡിയോസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു വീഡിയോസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ ഓക്കെ ആക്കാൻ വേണ്ടി പലരും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാറുണ്ട്. യൂട്യൂബിൽ നിന്ന് ആ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ വീഡിയോസ് കുറച്ചുകൂടെ പക്ക വോയിസ് ഒക്കെ നൽകി ചെറിയ ആപ്പിലൊക്കെ ഇട്ട് യോജിപ്പിച്ച് വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു ശരിയായ രീതിയല്ല. യൂട്യൂബിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ കൊളാബായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കൊളാബായിട്ട് അത് യൂട്യൂബ് കണക്കാക്കൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ എഡിറ്റൊക്കെ ചെയ്ത് ചെയ്യുന്ന വീഡിയോസിനെ തീർച്ചയായിട്ടും റീയൂസ്ഡ് കണ്ടന്റോ കോപ്പിറൈറ്റ് ഗണത്തിലേക്കോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ശബ്ദങ്ങളും കാര്യങ്ങളും എത്ര മിനിറ്റ് വരെ എടുക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റ് വരെയൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഈ കൊളാബ് വീഡിയോസ് ചെയ്യാം. പക്ഷേ ആ സ്ഥലത്ത് അവിടെ എവിടെയാണ് ഞെക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. 15 സെക്കൻഡ് അല്ല ഒരിക്കലും കൊളാബ് വീഡിയോസ് ചെയ്യാൻ പറ്റുക. 20 സെക്കൻഡും 30 സെക്കൻഡും ഒക്കെ വീഡിയോസ് ചെയ്യാം എന്നുള്ളതും ഇവിടെ അടിവരയിട്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ആരോ ഒരാൾ പറയുന്നത് കേട്ടു 15 സെക്കൻഡ് മാത്രമേ കൊളാബ് ചെയ്യാൻ കഴിയൂ എന്നുള്ളത്. അത് വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 15 അല്ല 16, 20 സെക്കൻഡൊക്കെ നിങ്ങൾ വീഡിയോസ് ചെയ്യാം. 15-ന് മുകളിലും 30-ന്റെ ഇടയിലും വീഡിയോസ് ചെയ്യുമ്പോഴാണ് സത്യത്തിൽ വീഡിയോസ് റീച്ച് ആവാനുള്ള ഒരു സാധ്യത കൂടുതൽ എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഈ കൊളാബ് വീഡിയോസും ഗ്രീൻ സ്ക്രീൻ വീഡിയോസ് അതുപോലെ തന്നെ യൂസ് ദിസ് വീഡിയോ എന്ന് പറയുന്ന കട്ട് വീഡിയോ എന്ന് പറയുന്ന 4 വീഡിയോസ് തുടർച്ചയായി പരമ്പരകളായിട്ട് ഞാൻ ഇടുന്നുണ്ട്. അടുത്ത വീഡിയോസ് ഗ്രീൻ സ്ക്രീൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും. ഏതായാലും ഇപ്പോൾ വിടവാകുന്നു. പുതിയൊരു നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.